ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഗുഡ് ഈവനിങ് ആൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലറിഷ് ഓർ പെരിഷ് ദ ടൈൽ ഓഫ് യൂണിവേഴ്സിറ്റി പ്ലാൻസ് എന്ന ടോപ്പിക്കിലാണ്. അപ്പോൾ ഞാനിതിൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അലീം യൂസുഫ്, സ്വദേശം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അടുത്ത് മമ്പാടാണ്. ഇപ്പോൾ KCST കീഴിലെ മലബാർ ബൊട്ടാണിക് ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസിലെ റിസർച്ച് സ്കോളറാണ്. PhD ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു നമുക്ക് എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള വീട്ടിൽ വളർത്തുന്ന ഒരു മത്സ്യത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ആലോചിക്കുക, ഈ ഒരു മത്സ്യം ഈ മത്സ്യം മാക്സിമം എത്ര വലിപ്പം വെക്കും? നമ്മൾ പൊതുവേ നമ്മുടെ വീട്ടിൽ വളരുന്ന ഈ ഒരു ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന മത്സ്യം സാധാരണ കേസിൽ ഒരു നമ്മുടെ വിരലിന്റെ പകുതി അല്ലെങ്കിൽ വിരൽ മാക്സിമം ഒരു വിരലിന്റെ എത്ര ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു മത്സ്യം നമ്മൾ വളർത്തുന്ന ആ ഒരു എക്കോസിസ്റ്റിൽ നിന്ന് പുറത്ത് നാച്ചുറൽ എക്കോസിലേക്ക് മാറിയാൽ മാക്സിമം എത്ര വലിപ്പം ഉണ്ടാവും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ജസ്റ്റ് അറിയാവുന്നവർ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഷെയർ ചെയ്യുക, ചാറ്റിലായിട്ട് ഷെയർ ചെയ്യുക. എത്ര ആയിരിക്കും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഈ ഒരു മത്സ്യം നാച്ചുറൽ എക്കോസിലേക്ക് മാറിയാൽ എത്ര വലിപ്പം വെക്കുന്നതാണ് നിങ്ങളുടെ ഒരു അസംഷനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ചാറ്റിൽ ജസ്റ്റ് ഇടാം. എത്ര ഉണ്ടാവും? മാക്സിമം എത്ര വലിപ്പം വെക്കും? പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ മാക്സിമം പലരും പല അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് മാക്സിമം കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ഒക്കെയാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. ഇത്ര വലിപ്പം വരെ ഈ പറയുന്ന മത്സ്യം ആവാൻ പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മത്സ്യം, ഒരു അലങ്കാര മത്സ്യം, അത് നാച്ചുറൽ എക്കോസിലേക്ക് മാറുമ്പോൾ അവർക്ക് ഈ രീതിയിലേക്ക് വളരാൻ പറ്റും എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് നെറ്റ് അടിച്ചു നോക്കി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. ഞാൻ ബയോ ഇൻവേഷൻ എന്ന് പറഞ്ഞ മൊത്തം ടോപ്പിക് പറഞ്ഞുകൊണ്ട് പ്ലാൻസിലേക്ക് എന്താ പറയാ എൻ്റർ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗോൾഡ് ഫിഷിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും എത്താൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് തന്നെയാണ് എല്ലാ പ്ലാന്റ്സിന്റെയും അല്ലെങ്കിൽ എല്ലാ ജീവികളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ബയോ ഇന്നോവേഷൻ എന്ന് പറയുന്ന ടോപ്പിക് അഥവാ ജൈവ അധിനിവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ നാട്ടില് കൃഷിക്ക് ആവശ്യമായിക്കൊണ്ട്, പഴങ്ങൾക്ക് ആവശ്യമായിക്കൊണ്ട്, അതുപോലെ തന്നെ അലങ്കാര സസ്യങ്ങളായതുകൊണ്ടും അലങ്കാര മറ്റു ജീവികളായിക്കൊണ്ടും പലതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇറക്കുമതി ചെയ്യുന്ന പല ജീവികളെയും നമ്മൾ വിദേശ സസ്യങ്ങൾ, വിദേശ ജീവികൾ അഥവാ ഏലിയൻ സ്പീഷീസ്, എക്സോട്ടിക് സ്പീഷീസ് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്ന് എന്താണ് ഈ പറയുന്ന അധിനിവേശ സസ്യങ്ങൾ, അധിനിവേശ ജീവികൾക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ നാട് എടുത്ത് നോക്കുക. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് 75 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുറത്തുനിന്ന് വന്നിട്ടുള്ള, ഇവിടെ അധിനിവേശം നടത്തിയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു നമ്മൾ ഭരിച്ചിരുന്നത്. അതിനു മുമ്പ് പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് ട്രേഡിന് ആവശ്യത്തിനായിട്ട് വിദേശികൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിനെയും നമ്മുടെ ഇവിടെ തദ്ദേശമായ ചെടികളെയും ബാധിക്കുന്ന രീതിയിൽ ഇവിടെ ഇൻവേർഡ് ചെയ്യുന്ന, അധിനിവേശം ചെയ്യുന്ന സസ്യങ്ങളെയാണ് എന്ത് പറയുന്നത്? അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ അധിനിവേശ സസ്യങ്ങൾ ഉണ്ടാവാന് എന്തുണ്ട്? പല കാരണങ്ങളുണ്ട്. അവരുടെ എന്തുകൊണ്ടാണ് അവർ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ അവര് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എക്കോസിസ്റ്റത്തിന് എന്തുണ്ട്? സ്റ്റെബിലിറ്റി കാരണമാവുന്നുണ്ട്. നമ്മൾ ഡെയിലി കേൾക്കുന്നത് കേരളത്തില് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം വയനാടാണ് നമ്മുടെ നാട്ടില്. എന്തുകൊണ്ടാണ് വയനാട് ഈ പറയുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം? അതിന് ഒന്നാമത്തെ ആൻസർ ജൈവ അധിനിവേശമാണ്. നമുക്കതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്താന്നുള്ളതാണ്. രണ്ടാമത് എക്കണോമിക് ലോസ്. പല റിപ്പോർട്ടുകളുണ്ട്. ലോകത്തിലെ GDPന്റെ 4 മുതൽ 8% വരെ ലോസ് ഉണ്ടാവുന്നത് ബയോ ഇന്നോവേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇഷ്യൂ കൊണ്ടാണ്, ജൈവ അധിനിവേശം കൊണ്ടാണ്. ഗ്ലോബൽ GDPയുടെ 4 to 8% അത് പല റിപ്പോർട്ടുകളാണ്. എനിവേ ഞാൻ പറയുന്നത്, ഇനി 1% ആവട്ടെ, മൊത്തം GDPയുടെ ഒരു പെർസെന്റേജ് ഈ പറയുന്ന ബയോ ഇന്നോവേഷൻ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യാൻ കൂടുതലായിട്ട് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ 40% ബയോഡൈവേഴ്സിറ്റി ലോസ് കാര്യങ്ങൾ അത് കാരണമാവുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് എത്താമെന്നുള്ളതാണ്. പിന്നെ 2050 കൂടി ലോകത്തെ യൂണിവേഴ്സ് സ്പീഷീസ് മൊത്തം 50% എക്കോസിന്റെ ഭാഗമായി മാറുന്നൊക്കെ പറയപ്പെടുന്ന സ്റ്റഡികളുണ്ട്. നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ഞാൻ അതിന്റെ കൺസെപ്റ്റിലേക്ക് വരികയാണ്.
ജസ്റ്റ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2 എക്കോസിസ്റ്റം ഉണ്ട്. ഇവർ തമ്മിൽ ജോഗ്രഫിക്കൽ എന്തുണ്ട്, ഒരു ബാരിയർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ സാധാരണ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരു എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സിൽ ഇവർ ലാറ്റിറ്റ്യൂഡിലാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിലുള്ള ഹിമാലയൻ ബാൾസം എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രികൾ എന്ത് ചെയ്യുന്നത്, ഇൻവേഴ്സീവ് പ്ലാന്റ് ആയി മാറിയിട്ടുണ്ട്. കാരണം അതൊരു ഹിമാലയൻ ബാൾസ് ആ പേരത്തിനുണ്ട്. ഇപ്പൊ രണ്ട് തമ്മിൽ എക്കോസ് തമ്മിൽ ഏകദേശം സിമിലർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് അഥവാ ട്രോപ്പിക്സിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കാൺസ് ഏറ്റവും കൂടുതൽ ഇൻവേഡ് ചെയ്യുന്ന സസ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ നേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയോ അല്ലെങ്കിൽ ആഫ്രിക്കയോ ആയിരിക്കും. കാരണം വെച്ചാല് ഏകദേശം ക്ലൈമറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ ഏകദേശം സെയിം ആയിട്ട് വരുന്നുണ്ടെന്നാണ്. ഇപ്പൊ ജസ്റ്റ് ആലോചിക്കുക, 2 എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റം അവർ ജോഗ്രഫിയിൽ ബാരിയർ ആണ്. നോക്കിയേ, അപ്പൊ എന്ത് ചെയ്തു, ഒരു എക്കോസിറ്റിൽ നിന്ന് വേറെ എക്കോസിറ്റിലേക്ക് ഒരു പ്ലാന്റ് മൂവ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, അതെന്ത് ചെയ്തു, നമ്മളിതുപോലുള്ള ഒരു എക്കോസിറ്റിലേക്ക് ഭയങ്കര ഡൈവേഴ്സ് ആയിരിക്കുന്ന ഒരു എക്കോസിറ്റിലേക്ക് എൻ്റർ ചെയ്തു. ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ട്. ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ എല്ലാ ജീവികളും എല്ലാ സസ്യങ്ങളും എന്ത് ചെയ്യുന്നത്, വരുന്നുണ്ട്. പക്ഷെ വരുന്ന സസ്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നില്ല, ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നില്ല. മറ്റ് സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടുത്തെ എക്കോസിസ്റ്റവും ഇവിടുത്തെ ക്ലൈമറ്റും അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു എന്നുള്ളതാണ്. ഈ സ്റ്റേജ് വരെ പ്രശ്നമില്ല. കാരണം തദ്ദേശീയമായിക്കൊണ്ടല്ല നമ്മൾ കൊണ്ടുവന്നുള്ള അഗ്രികൾച്ചർ ആയിക്കൊണ്ടും പഴവർഗ്ഗങ്ങളായിക്കൊണ്ടും അലങ്കാര സസ്യങ്ങളായിക്കൊണ്ടും വരുന്ന എല്ലാം എസ്റ്റാബ്ലിഷ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മുടെ എക്കോസിസ്റ്റം നമ്മൾ വളർത്തുന്നത്. ഓക്കെ, അടുത്തൊരു സ്റ്റെപ്പാണ് എന്ത്, അവർ കൊളനൈസ് ചെയ്യാന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, കൂടുതലായിക്കൊണ്ട് അവരുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ സഹായങ്ങളില്ലാതെ തന്നെ അവർക്ക് വളരാൻ പറ്റി അവർ വലിയൊരു പോപ്പുലേഷനായി മാറുന്ന അവസ്ഥയാണ് എന്ത് പറയുക, കൊളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോഴേക്കും അവിടുത്തെ ഡൈവേഴ്സിറ്റി കുറഞ്ഞു പോയി ഒരു ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ പുതിയ യൂസ് ചെയ്യാറുള്ളത്. അഥവാ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം പോയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ഹോമോജനൈസേഷൻ, ഒരു ഏകമായിക്കൊണ്ടുള്ള വൈവിധ്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ അവര് ഇൻവേഴ്സീവ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക്, അവിടെ അവർ മാത്രം കാണുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒരു ഇൻവേഴ്സീവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻവേർഷന്റെ ഒരു പല സ്റ്റെപ്പുകൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ജൈവ അധിനിവേശന്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും. ലോകത്ത് ഏറ്റവും ജൈവ അധിനിവേശത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട് തന്നെയാണ്. കാരണം പണ്ട് കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഗ്ലോബൽ ട്രേഡോ ട്രാൻസ്പോർട്ടോ നടക്കുന്നില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ചാല് 24 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗ്ലോബിന്റെ തൊട്ടപ്പുറത്തുള്ള അമേരിക്കയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അത്രയും ട്രേഡുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊപ്പഗേഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് എത്തി എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ആലോചിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന ഈ പറയുന്ന ക്രോമലീന ഓറേറ്റ എന്ന് പറയുന്ന ഒരു സസ്യം ലോകത്ത് കമ്മ്യൂണിസം വളരുന്ന അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇത് സ്പ്രെഡ് ചെയ്തത്. പക്ഷെ അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഗ്ലോബൽ ട്രേഡ് കൂടിയപ്പം കുറെ യൂണിവേഴ്സൽ സ്പീഷീസുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. പിന്നെ ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, പെറ്റ് ട്രേഡ്, ഇതൊക്കെ എന്താണ്, അതിന്റെ പാർട്ടാണ്. മൂന്നാമത് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റുകളാകുമ്പോൾ ഒരു യൂണിവേഴ്സൽ സ്പീഷീസിനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അവർക്ക് മറ്റവിടെ തദ്ദേശീയമായിട്ടുള്ള സസ്യങ്ങളേക്കാൾ അവിടെയുള്ള റിസോഴ്സുകൾ പെട്ടെന്ന് അക്യൂർ ചെയ്തുകൊണ്ട് വളരാൻ പറ്റും എന്നുള്ളതാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു 2 സസ്യങ്ങൾ വിചാരിക്കും, ഒരു തദ്ദേശീയമായിട്ടുള്ള സസ്യം, ഒരു ഇൻവേഴ്സീവ് ആയിട്ടുള്ള സസ്യം. അപ്പോൾ ഇൻവേഴ്സീവ് ആയിട്ടുള്ള സസ്യത്തിനെ സംബന്ധിച്ച് അവരുടെ വേരുകൾ, ഇപ്പൊ നമ്മൾ ഗ്രാസ് നോക്കുകയാണെങ്കിൽ സാധാരണ ഇപ്പൊ ഇത്ര വലിപ്പൊരു മരം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ കൈപ്പത്തി എത്ര ഒരു ചെടി ഉണ്ട് വിചാരിക്കാം. അതിന്റെ വേരുകൾ മാക്സിമം എന്തായിരിക്കും, ഇതിന്റെ മാക്സിമം ഇത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ ഒരു ഇൻവേഴ്സീവ് സ്പീഷീസ് ആണെങ്കിൽ അതിന്റെ മുകളിലോട്ട് കാണുന്ന എത്ര ഉണ്ടോ അതിലേറെ ഒരു പക്ഷെ അതിന്റെ വേരുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്രയും അവർക്ക് എന്താ പറ്റും, റിസോഴ്സ് അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇപ്പൊ സിമ്പിൾ ആയിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ കോഴിക്കോടാണ് താമസം. കോഴിക്കോട് നമ്മുടെ NH അതിന്റെ എന്താ പറയാ, അതിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പുഴ തന്നെ, നമ്മുടെ കല്ലായിപ്പുഴ എന്ന് പറഞ്ഞ പുഴ തന്നെ ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് വെള്ളം കെട്ടി നിൽക്കുകയും വാട്ടർ ഹയാസിന്റ് അത് ഫുൾ പടർന്ന് നമുക്ക് 2-3 മാസം കൊണ്ട് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാപനം മലബാർ ബൊട്ടാണിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസ് എന്ന് പറയുന്നത് വെറ്റ്ലാൻഡിനെ കൺസർവ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അത് ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് 19 ഏക്കറിൽ കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് പോലുള്ള ഏരിയ ആണ്. ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് ഈവൻ അടുത്ത ഫ്ലഡോട് കൂടി പറയുന്ന വാട്ടർ ഹയാസിന് ഞങ്ങളുടെ ബൗണ്ടറിലേക്ക് കയറുമെന്ന രീതിയിലാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വലിയൊരു കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. നാച്ചുറൽ കോസ്റ്റ് എടുത്ത് നോക്കാൻ നാച്ചുറൽ പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലെൻഡാന ക്യാമറയാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എസ്പെഷ്യലി നീലഗിരി ബയോസ്ഫിയർ റിസർവില്
കൂടുതലായിക്കൊണ്ട് സ്പ്രെഡ് ഉണ്ടാക്കുന്ന ഒരു ഇൻവേഴ്സീവ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ലെൻഡാന ക്യാമറ. അതിന്റെ കാരണം എന്താ വെച്ചാൽ ലെൻഡാന ക്യാമറന്റെ സീഡുകൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പേഴ്സിന് കാരണമാവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം ഈവന്റുകൾ, നാച്ചുറൽ ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ മണ്ണിടിച്ചില്, ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ എടുത്തു പോയി നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി തൊട്ടടുത്ത് നമ്മൾ കവളപ്പാറ ഏരിയയിൽ കഴിഞ്ഞൊരു മാസം പോകാൻ പറ്റി. അപ്പോൾ അവിടെ നിന്ന് മണ്ണിടുന്ന സ്ഥലങ്ങൾ മൊത്തം ഉള്ളത് ഇൻവേഴ്സീവ് സ്പീഷീസ് ആണ്, ഇൻവേഴ്സീവ് പ്ലാന്റുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ജൈവ അധിനിവേശം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൊത്തം ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മളെ മൊത്തം ഭൂമി, ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ വെജിറ്റേഷൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ് നമുക്ക് ചുറ്റും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം ഇന്ത്യയുടെ എക്കോസിസ്റ്റം ഇതിന് പാകമാണ് നമ്മൾ നോക്കേണ്ടത്. ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഇൻവേഴ്സീവ് സ്പീഷീസ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് ഇൻവേഴ്സീവ് സ്പീഷീസിന് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു എത്തിപ്പെടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ ഒരു സ്പീഷീസ് എന്തായിരിക്കും, അവിടെ ഡോമിനന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര എന്തായിരിക്കും, അങ്ങനെ ഡൈവേഴ്സ് ആയിരിക്കും. അപ്പൊ അവിടെ ഒരു സ്പീഷീസിനെ പോലെ ഇവർക്ക് എൻട്രികളും അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട്, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട്, അവിടെ കോളനി ആയിക്കൊണ്ട് ഇൻവേഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇൻവേഴ്സീവ് പ്ലാന്റ്സ്, നമ്മുടെ ഇന്ത്യയിലേക്ക് പോകാൻ ഇൻവേഴ്സീവ് പ്ലാന്റ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയേ. ഒരു ഇൻവേഴ്സീവ് പ്ലാന്റ്സ് ഇല്ല ഏരിയയും ഇല്ലാത്തതിനും തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് ഈ ഒരു പിക്ചറിന് സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലെ. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇൻവേർട്ട് ചെയ്യാത്ത ഏരിയകളാണ് അല്ലെ. ഫസ്റ്റ് നമ്മുടെ സാവന്ന ഗ്രാസിൽ ഏരിയ, ഫസ്റ്റിൽ എന്താണ് നല്ല ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു ഡോമിനന്റ് ആയിക്കൊണ്ട് പ്രൊസോപ്പിസ് ജൂരിഫോറ ഇവിടെ വളർന്നിട്ടുണ്ട്. അത് കുറച്ചൊരു എറൻ സോണിലാണ് ഇവ കാണുന്നത്. എന്നാൽ ലെൻഡാന്റെ ക്യാമറ നമ്മൾ ജസ്റ്റ് ബന്ദിപ്പൂര മുതുമല പോവാണ്, നമുക്കിത് സിമ്പിൾ ആയിക്കൊണ്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. മൂന്നാമതായി കാണുന്നത് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇതിൽ നമുക്ക് അഗ്രേറ്റിൻ അഡിനോഫോറ ആണ് ഇവിടെ എന്ത് ചെയ്തുള്ളത് കൂടുതലായി കാണുന്നത്. ഇനി മൈക്കാനിയ മൈക്ര, ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ആ പേര് തന്നെ അല്ലെ, ധൃതരാഷ്ട്ര പച്ച. നമുക്ക് അറിയില്ല അതിന്റെ ഒരു വ്യാപ്തി എത്ര ഉണ്ടെന്നുള്ളത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട്. ധൃതരാഷ്ട്ര പച്ചനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, ഐ മീൻ ഏത് ആൾട്ടിറ്റ്യൂഡിലും കണ്ടുവരുന്ന സ്പീഷീസ് ആണ് മൈക്കേനിയ മൈക്രാന്ത എന്ന് പറയുന്നത്, ധൃതരാഷ്ട്ര പച്ച. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ വെഡീലിയ ട്രൈലോബേറ്റ എന്ന് പറയുന്ന ആ പ്ലാന്റ് ഒക്കെ ഏകദേശം വലിയ കോസ്റ്റിൽ പോയാൽ നമുക്ക് വലിയ ആൾട്ടിറ്റ്യൂഡിൽ പോയാൽ കാണാൻ പറ്റുന്നില്ല എന്നാണ്. ഇതാണ് മൊത്തത്തിലുള്ള ഇന്ത്യന്റെ ഒരു സൈലന്റ് ഇൻവേർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയി പോവുകയാണെങ്കിൽ ഇത് 2022 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നീറ്റാളുടെ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ അദ്ദേഹം ഇത് മാക്സിമം സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇതിന്റെ ഒരു എത്രത്തോളം സ്ഥലങ്ങളിലേക്ക് ഇത് പകരാൻ പറ്റും, അതുപോലെ ഇതിന്റെ സ്പീഷീസ് സ്യൂട്ടബിലിറ്റി മോഡലിംഗ് വെച്ച് ചെയ്തതാണ്. അപ്പോ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന വെസ്റ്റേൺ ഗാർഡ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയകളാണ്, വെസ്റ്റേൺ ഗാർഡ്സിന്റെയും ഏരിയകളിലാണ് കൂടുതലായിട്ട് കൊണ്ടുവന്നത് ഇതിന് സ്പ്രെഡിങ്ങിന് കാരണമാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള സ്റ്റഡി അദ്ദേഹം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഒരു 1 കിലോമീറ്റർ സ്കെയിലാണ് അദ്ദേഹത്തിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ പഠനത്തിലെ ഹൈ പ്രിയോറിറ്റി, അതുപോലെ മോഡറേറ്റ് പ്രിയോറിറ്റി, ലോ പ്രിയോറിറ്റി ഏരിയകളൊക്കെ എന്ത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിലൊരു പിക്ചർ കിട്ടാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യ ഭയങ്കര വൾണറബിൾ ആവുന്നത്, ഇത്തരം അറ്റാക്കുകൾക്ക് ഇന്ത്യ എന്തുകൊണ്ടാണ് വൾണറബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും സ്യൂട്ടബിൾ ആണ്. നമ്മൾ ഹൈ ബയോഡൈവേഴ്സിറ്റി ഉള്ള ഏരിയ ആണ്. രണ്ടാമത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇത്തരം സ്പീഷീസുകൾക്ക്, ഇത്തരം പ്ലാന്റ്സുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. രണ്ടാമത് ഈ ക്വാറന്റൈൻ ബയോസെക്യൂരിറ്റി മെഷേഴ്സ്. അതായത് ഇന്ത്യന്റെ ഒരു ക്രിക്കറ്റ് താരം, ഏത് രാജ്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഐലൻഡ് രാജ്യത്തേക്ക്, ന്യൂസിലാൻഡ് ആണോ ഏത് രാജ്യം എനിക്ക് ഓർക്കുന്നില്ല, പോയപ്പോൾ അദ്ദേഹത്തിന് എയർപോർട്ടിൽ നിന്ന് പിഴ ചുമത്തി എന്നാണ് പറഞ്ഞത്. എന്താ റിപ്പോർട്ടിന്റെ കാരണം, യുവരാജ് ആണെന്ന് തോന്നുന്നു. എനിവേ, അപ്പം അതിന്റെ ഒരു എന്തുകൊണ്ടാണ് പിഴ ചുമത്തി വെച്ചാൽ അദ്ദേഹത്തിന്റെ ഷൂവിൽ കുറച്ച് എന്തുണ്ടായിരുന്നു, ചളി പുരണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന രാജ്യം എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഐലൻഡ് ആണ്. നമുക്കറിയാം ഐലൻഡിലേക്ക് ഏതൊരു സ്പീഷീസ് വന്ന പെട്ടെന്ന് വളരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അവർ അത്രയും ക്വാറന്റൈൻ മെഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ക്വാറന്റൈൻ എന്ന് പറയുന്ന വേർഡ് ആദ്യമായി കേൾക്കുന്നപ്പോഴാണ് നമ്മുടെ നാട്ടില്
കൊറോണ വന്ന സമയത്താണ്. പക്ഷെ ക്വാറന്റൈൻ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ പുറത്തുനിന്നൊരു ആള് ഒരു പുതിയ കോസ്റ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം മുഖേന അങ്ങോട്ടേക്ക് എന്തെങ്കിലും പകരുമോ, എന്തെങ്കിലും ഹാബിറ്റാറ്റിന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവും, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുമോ, ഇത് അസസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ക്വാറന്റൈൻ മെഷേഴ്സ് ഒന്നും വേണ്ട രീതിയിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 15 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ 10 തവണ ആയിക്കൊണ്ട് പെസ്റ്റുകളുടെ അറ്റാക്ക് നമ്മുടെ അഗ്രികൾച്ചർ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ പിക്ചർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വാറന്റൈൻ മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിക്കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിന് മോണിറ്റർ ചെയ്യാനാണ് ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പോളിസികൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, സ്പീഷീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താ, രണ്ട് ഇൻഡിവിജ്വൽ അവര് മെയ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫെർട്ടൈൽ ആയിട്ട് കൊണ്ട് ഒരു ഓഫ്സ്പ്രിങ് ഉണ്ടാവാൻ നമ്മൾ ആ രണ്ട് സ്പീഷീസിനെയും ഒരു സ്പീഷീസ് ആയി കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പട്ടികളും എന്താണ്, എല്ലാ പട്ടികൾ കാനിസ് ഫെമിലിയാരിസ് അല്ലെ പട്ടിയുടേത്. ഓക്കെ, അപ്പോ അതാണെന്നുള്ളതാണ്. അത് ചെറിയ നമ്മുടെ ഊട്ടിപ്പട്ടി എന്ന് പറയുന്ന ചെറിയ പട്ടി മുതൽ വലിയ പട്ടി വരെ. ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന, വിദേശത്ത് കൊണ്ടുവന്നിട്ടുള്ള ഭയങ്കര അക്രമകാരിയായിട്ടുള്ള നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഈ പറയുന്ന നായയും നമ്മുടെ നാട്ടിലുള്ള തെരുവ് നായും തമ്മിൽ മെയിൻറ്റ് ചെയ്തുണ്ടാവും, പുതിയ ഓഫ്സ്പ്രിങ് ഉണ്ടാവും. ഓക്കെ, ആലോചിച്ച് നോക്കിയേ, ഈ രണ്ട് നാറ്റീവ് ആയിക്കൊണ്ടുള്ള നമ്മുടെ എക്കോസിന് ചുറ്റും വളരുന്ന തെരുവ് നായയും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഏറ്റവും അഗ്രസീവായിട്ട് നായ മെയിറ്റ് ചെയ്താൽ നാളെ ഉണ്ടാകാൻ പോകുന്ന എന്തായിരിക്കും വരും, നല്ല അഗ്രസീവ് ആയിട്ടുള്ള എന്തായിരിക്കും, തെരുവ് നായ ആയിരിക്കും. ഇതാണ് അതിന്റെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഇതിന്റെ എല്ലാത്തിന്റെയും എന്ത് ചെയ്യേണ്ടിരിക്കും, അത് പൈനോഷ്യമായി കണക്ട് ചെയ്യല, പക്ഷെ ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഒരു എന്ത് വേണം, കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് വേണം, അതിനുള്ള സ്ഥാപനങ്ങൾ വേണം. ഞാൻ ജസ്റ്റ് ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ഇതാണ് മൊത്തത്തിലുള്ള ഇന്ത്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു 66% 2/3 എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ നാച്ചുറൽ ഏരിയാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിവേഴ്സൽ സ്പീഷീസിന്റെ ത്രെട്ട് നേരിടുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളതാണ്. ലെൻഡാനെയാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും ഡോമിനന്റ് ആയി കാണുന്നത്. ലെൻഡാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക കുറച്ച് ചൂടുള്ള ആരിഡ് സോണിലും അതുപോലെ തന്നെ നമ്മളെപ്പോലെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഏത് ഫോറസ്റ്റിനും അവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അവർക്ക് ഒരു ചെടി ആയിക്കൊണ്ടും ക്ലൈംബർ ആയിക്കൊണ്ടും മരമായിക്കൊണ്ടും മാറാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ പറയുന്നത് നമുക്ക് 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുള്ളത്. IUCN ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് 36 അതിൽ 4 ഇന്ത്യയുമായി ബന്ധപ്പെടുന്നതാണ്. അതിലൊന്ന് ഹിമാലയ, 2 ഇന്തോ ബർമ, 3 വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക. വെസ്റ്റേൺ ഗാട്സിന്റെ കണ്ടിന്യൂഷൻ ശ്രീലങ്ക. 4 സുന്ദർലാൻഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് റീജിയൻ കൂടെ വരുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക, ഈ ഏരിയ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്നോവേഷൻ ഹോട്ട്സ്പോട്ടുകൾ ഏറ്റവും കൂടുതലായി കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇതിന്റെ ത്രെട്ട് എന്ന് പറയുന്നത്. ഇനി പ്രൊസോപ്പിസ് ജോലിഫ്ലോറ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലുള്ള ഒരു എറിഡ് സോൺ. നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാകും, കുറച്ച് നമ്മളെ പോലെ അത്രയും വെറ്റായിട്ടുള്ള ഒരു ഏരിയയിൽ കാണുന്നതല്ല, എറിഡ് സോണിൽ കാണുന്നതാണ്. തമിഴ്നാട് കർണാടക ഏരിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒരു സ്പ്രെഡ് നമുക്ക് കാണപ്പെടാൻ പറ്റും. കണ്ടോ, ഇതിൽ നെറ്റീവ് എന്ന് പറയുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്ന ഇതാണ്. അത് ഇന്ത്യയിലൊക്കെ ഇൻവേഴ്സീവ് ആയിക്കൊണ്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, നെറ്റീവ് എന്നുള്ള റേഞ്ചിൽ നിന്ന് ഇൻവേഴ്സീവ് എന്ന സ്റ്റാറ്റസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻവേഴ്സീവ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ UAE നടന്നിട്ടുള്ള ഒരു വർക്ക് ഞാൻ ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പോ 1990 മുതൽ 1990 മുതൽ 2019 വരെ 30 വർഷത്തിന്റെ ഇടയിലുള്ള ഒരു സ്പ്രെഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ അവർ നാച്ചുറലി അവർ സ്പ്രെഡ് ആവുന്നത്, നട്ടതല്ല, ആലോചിച്ച് നോക്കണം. അപ്പൊ അതിന്റെ സ്പ്രെഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുണ്ട്. പിന്നെ രണ്ടാമത് എത്യോപ്യ പോലുള്ള ആഫ്രിക്കൻ കൺട്രികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വെള്ളത്തിന്റെ വാട്ടർ സ്കേഴ്സിറ്റിക്ക് കാരണമാവുന്നുണ്ട് എന്നുള്ള കാരണം കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്. ഈ രണ്ടാമത് പാർത്തീനിയം. ഇത് മിക്കവാറും കണ്ടിട്ടുണ്ടാകും. നമ്മള് മുതുമല അതുപോലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. ഭയങ്കര കാണാൻ നല്ല ഭംഗിയാണ്, നല്ല എവർഗ്രീൻ ആയിരിക്കും. എവർഗ്രീൻ ഇൻ ദ സെൻസ് അതിന്റെ ലൈറ്റ് ഭയങ്കര പെയിൽ ഗ്രീൻ കളർ ആയിരിക്കും. എവർഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, സോറി. ഓക്കെ, പിന്നെ ഇതിന്റെ സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഫ്ലവറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഫ്ലോറസൻസ് ആയിരിക്കും. ദെൻ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് നോക്കിയേ, ഇപ്പൊ ഇവിടെ ഒരു പുലി പോകുന്നുണ്ട്, ആ ഏരിയയിൽ മൊത്തം നോക്കിയേ, ഇതാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. താഴെ മൊത്തം എന്താണ് ഈ പറയുന്ന യൂണിവേഴ്സൽ സ്പീഷീസ് ആണ്. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പലർക്കും അലർജിക് റെസ്പോൺസ് ഉണ്ടാകും.
എക്സ്ട്രീം അലർജി റെസ്പോൺസ് ഉണ്ട്. അപ്പൊ എന്റെ കേസൊക്കെ പറഞ്ഞു ഞാൻ അതിനടുത്ത് പോയാൽ ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് കൊള്ളുന്ന പോലെയുള്ള ഒരു ജസ്റ്റ് എന്താ പറയാ ഇച്ചിങ് ആണ് ഉണ്ടാവുള്ളത്. ഭയങ്കര ഇച്ചിങ് ഉണ്ടാവാറില്ല, കാരണം എനിക്ക് അത്ര അലർജി വിഷയമല്ല. പക്ഷെ അലർജി ഉള്ള ആൾക്കാർ പോവാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ദെൻ അത് പല രീതിയിൽ, കാരണം ഇത് എസ്പെഷ്യലി ഇത് ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അത് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഒരു പ്ലാന്റിൽ തന്നെ 10,000 പ്രൊക്യൂളുകളൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മിക്കവാറും നമ്മുടെ നാട്ടില് ഇൻവേർഡ് ചെയ്യുന്ന സ്പീഷീസുകൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പോയേസി അതുപോലെ ആസ്ട്രേസി ഫാമിലിയാണ്. അതിന് കാരണം വെച്ചാൽ അവര് ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് തന്നെ കുറെ സീഡുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ലെൻഡാന എന്നുള്ള ഒർബനേസിയാണ്, പക്ഷെ ഈ പറഞ്ഞത് അതിലും അത്രയൊന്നും ഇല്ലെങ്കിലും സീഡ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു സ്ട്രെസ് ടോളറൻസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി കാരണമാണ് എന്ത് ചെയ്യുന്നത് പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കി ജസ്റ്റ് ഇതാണ് ലെൻഡാന, പക്ഷെ ഇതൊരു മരമായി മാറും, ഒരു ക്ലൈംബറായി മാറും എന്നുള്ളതാണ്. ഇപ്പൊ മൂന്നാമത്തെ ഒരു സ്പീഷീസിൽ നമ്മൾ പോവുകയാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബന്ദിപ്പൂര് ടൈഗർ റിസർവോ മുതുമല ടൈഗർ റിസർവോ ആണ്. അപ്പം ഇതിൽ നോക്കിയാൽ ഇതാണ് ഒരു നമ്മുടെ ഒരു മാന്. അപ്പൊ ഒരു മാനിനെ ഒരു ഹെർബിവോറിനെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന, അതിനെ തിന്നാൻ ഉദ്ദേശിക്കുന്ന ഒരു കാർണിവോർ എവിടെ പങ്കിക്കാൻ പറ്റും. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പുലിക്കൊക്കെ ആണെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. കടവനെ പോലെ ജസ്റ്റ് വന്ന് ഇതാവുന്നല്ല, പിന്നാലെ കൂടി അവരെ കീഴ്പ്പെടുത്താന്നാണ് അതിന്റെ ഹാബിറ്റ്. അപ്പൊ അതിനുള്ള സ്ഥലം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു മനുഷ്യന് പോലും പോകാൻ പറ്റുന്നില്ല, ഫുൾ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് കാണുന്നു. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങുമ്പോ അത് എന്ത് ഈ പറയുന്ന ഫയറിന് കാട്ടുതീക്ക് കാരണമാകുന്നുണ്ട്. കാരണം ഇതെല്ലാം കണ്ടിന്യൂസ് ആയിക്കൊണ്ട് ഒരു മെഷായി നിൽക്കുന്ന രീതിയിലാണ്. അപ്പൊ ഇത് ഉണങ്ങിയാൽ ഇത് മെഷായിക്കൊണ്ട് നിൽക്കുകയും അപ്പൊ ഒരു കാട്ടുതീ ഉണ്ടാവുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വളരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ലെൻഡാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത്രയും സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെൻഡാനെ കാണുന്നുണ്ട്. നോക്കിയേ, ഇന്ത്യയുടെ ഏകദേശം എല്ലാ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളും ഇത് എന്ത് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പൊ ലെൻഡാന കണ്ടോ, ഈ ഗ്ലോബൽ മാപ്പിൽ നോക്കി ഇത്രയും സ്ഥലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ലെൻഡാനക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർണാടക സർക്കാരൊക്കെ ഈ ലെൻഡാനിൽ നിന്നുകൊണ്ട് വലിയ ആനന്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാല് അതൊരു മിറ്റിഗേഷൻ അല്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മള് എല്ലാ തവണയും എസ്പെഷ്യലി കുട്ടനാട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഈ പോളവാരി അല്ലെങ്കിൽ നമ്മുടെ ഈ വാട്ടർ ഹാസിന്റെ കളക്ട് ചെയ്യുന്ന ഒരു സ്കീമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യുന്ന ചെലവിലേറെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക മോണിറ്ററി ബെനിഫിറ്റുള്ള സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കുറക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അന്നും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള എന്നുള്ളതാണ്. ഇനി നമ്മൾ നാലാമതായി നോക്കുകയാണെങ്കിൽ വാട്ടർ ഹയാസിന്റ്. വാട്ടർ ഹയാസിന് നമുക്കറിയാം, മിക്കവാറും ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് വാട്ടർ ഹയാസിന്. കാരണം നല്ല ഭംഗിയുള്ള വയലറ്റ് കളറുള്ള പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഫ്ലോട്ടിംഗ് ആണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കുട്ടനാട് ഏരിയ എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം അതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. രണ്ടാമത്തെ കാര്യം ഇത് സസഷന് കാരണമാകുന്നുണ്ട്. കാരണം ഇത് വാട്ടർ ഫ്ലോയിങ് ആണ്, പക്ഷെ കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഇതുവരെ ഇങ്ങനെ നിന്ന് വെള്ളത്തിന്റെ ഫ്ലോനെ വരെ ചില സ്ഥലങ്ങൾ ബാധിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇത് പേപ്പർ വർക്കിനും ബാക്കി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സ്റ്റിൽ ഇറ്റ് ഈസ് എ ത്രെറ്റ്. ഇനി നമ്മൾ നീലഗിരി ബയോസ്ഫിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇത് നീലഗിരി ബയോസ്ഫിയർ ആണെങ്കിലും കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസിനെ കൊടുത്തിട്ടുള്ളത്. ഇനിവേ നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണുന്ന വെഡിലിയ ട്രൈലോബേറ്റയാണ്. പിന്നുള്ളത് ആൾട്ടാന്തിയറിന്റെ പല സ്പീഷീസ്, ആൾട്ടാന്തിയ ഫിലോസോഡ്സ്, ബെറ്റ്സക്കിയാന, ടെനല്ല, ബ്രസീലിയാന, പിന്നെ സെസിലിസ് ഇങ്ങനെയുള്ള സ്പീഷീസ് കാണുന്നുണ്ട്. പിന്നെ അഗ്രേറ്റത്തിന്റെ പല സ്പീഷീസുകൾ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സീവായി കാണുന്നുണ്ട്. പിന്നെ അതാണ് അതിന്റെ പിന്നുള്ളത് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഫാബേഷ്യസ് സ്പീഷീസുള്ള കുറച്ച് സ്പീഷീസുകളാണ്. അത് ഇൻവേഴ്സീവ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫാബേഷ്യ നമ്മുടെ നാട്ടിൽ കോമൺ ആയി കാണുന്ന സ്പീഷീസ് തന്നെയാണ് ഫാമിലി എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് സ്ട്രെസ് ടോളറൻസ് എസ്പെഷ്യലി ടെമ്പറേച്ചർ ടോളറൻസ് ഒക്കെ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. പിന്നെ ചില സ്പീഷീസുകളൊക്കെ നമ്മുടെ നാട്ടില് ഈ റബ്ബറിന് പൊതയിടാനും വേണ്ടിയിട്ടൊക്കെ ഫാബേഷ്യൽ ചില സ്പീഷീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കോട്ടയത്തുള്ള റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് റബ്ബറിനെ പുറപ്പിക്കാനും വേണ്ടി തണുപ്പുണ്ടാവാനും വേണ്ടി കൊണ്ടുവന്ന പല സ്പീഷീസുകളൊക്കെ ഭയങ്കര ഇൻവേഴ്സീവായി മാറിയിട്ടുണ്ട്. അപ്പൊ അതിലെ സ്റ്റഡികളൊക്കെ അതായത് ഇൻവേഴ്സീവ് സ്പീഷീസിൽ
ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നടന്നിട്ടുണ്ട്. ബോട്ടണിയിൽ എന്ത് ഹിസ്റ്ററി എന്ന് വിചാരിക്കുന്നത്, പക്ഷെ ഇൻവേഴ്സീവ് സ്പീഷീസിന്റെ ഹിസ്റ്ററി സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഇവിടെ എത്തിയെന്ന രീതിയിലുള്ള സ്റ്റഡികളൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോ നമ്മളിപ്പോ വയനാട് എന്താ പറയുക ചുരം കയറുന്ന സമയത്ത് നമ്മൾ റബ്ബർ തോട്ടം നോക്കുകയാണെങ്കിൽ അവിടെ മൊത്തം ഈ പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്പീഷീസ് ഉണ്ട്. ഇനി ഏറ്റവും എന്താ പറയുക നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹീറോ യൂണിവേഴ്സൽ സ്പീഷീസ്, അത്രയും നൊട്ടോറിയസ്, അത്രയും നമ്മുടെ എക്കോസിസ്റ്റമിനെ ബാധിക്കുന്ന ഇത് സെന്ന സ്പെറ്റാബിലിസ് അഥവാ കാഷ്യ സ്പെറ്റാബിലിസ് എന്ന് പറയുന്നുണ്ട്. മഞ്ഞക്കൊന്ന, രാക്ഷസക്കൊന്ന എന്നൊക്കെ പറയുന്ന സ്പീഷീസ്. ഇപ്പോ ഇത് ജസ്റ്റ് നോക്കിയേ, കാണാൻ എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണ് അല്ലെ. നല്ല മഞ്ഞ കളറുണ്ട് നമ്മളെ എക്കോസിസ്റ്റം. അപ്പോ വയനാട് വന്യജീവി സങ്കേതത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഏത് സമയത്തും, ഞാൻ കഴിഞ്ഞ തവണ പോയത് കഴിഞ്ഞ തവണ ഫെബ്രുവരി മാസത്തിലാണ്, അപ്പോൾ 1 വർഷം മുമ്പാണ്. അപ്പോൾ അവിടുത്തെ വാർഡൻ പറഞ്ഞത്, വിദേശികൾ വന്ന് ചോദിക്കുക, നിങ്ങൾ ഈ പറയുന്ന ചൂടുകാലത്ത് പോലും ഇത് ഇത്രയും ഇങ്ങനെ ഗ്രീനായി നിൽക്കാൻ കാര്യങ്ങൾ വെള്ളം നനയ്ക്കുന്നുണ്ടോ എന്നുള്ള രീതിയാണ് ചോദിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കണം, അവർ അത്രയും ഗ്രീനായി നിൽക്കുന്നുണ്ട്, അത്രയും വെള്ളം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു 5 വർഷത്തെ വ്യത്യാസമാണ് കാണുന്നത്, ഇത്രയും സ്പ്രെഡിങ് ആണെന്നുള്ളതാണ്. അപ്പോ അതാണ് വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത. ഈ വയനാട് വന്യജീവി സങ്കേതം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതെന്തല്ല കണ്ടിന്യൂസ് അല്ല, ഇവിടെ ഒരു പോർഷനും ഇവിടെ ഒരു പോർഷൻ നമുക്കുള്ളത്. ബാക്കി ഇതിലൂടെ നമ്മളെ നാഗറോള അതുപോലെ ടൈഗർ റിസർവുകളാണ് ഉള്ളത്. അങ്ങനെ ഒരു കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇത് രണ്ടിന് കണക്ഷൻ വരുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് 1 അല്ല 2 ആണ്. ഇതാണ് വയനാട് വന്യജീവി സങ്കേതം. ഒന്ന് സൗത്ത് വയനാട് ഡിവിഷന്റെ കീഴിലും അതുപോലെ തന്നെ ഒന്ന് നോർത്ത് വയനാട് ഡിവിഷന്റെ കീഴിലും. അപ്പൊ നാഗറോള ടൈഗർ റിസർവ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, ഇതൊക്കെ ഇപ്പോൾ കണക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് അതൊരു മൊത്തം സ്ട്രെച്ചായി നിൽക്കുന്നത്. അതിന്റെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ആലോചിക്കുക, ഇത് നമ്മുടെ ഫീക്കൽ മാറ്റർ, അവരുടെ കാഷ്ടത്തിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ ഇത് നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള ജീവികൾ അവരെ തിന്നുകയും അവരുടെ ഫീക്കൽ മാറ്ററിൽ നിന്ന് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതിന്റെ ഒരു എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആനപ്പിണ്ടത്തിൽ നിന്ന് വരെ ഇത് മുളച്ചു വരുന്ന ഫോട്ടോസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കിയ ഒരു ആനയും ഒരു സെന്ന സ്പെറ്റാബിലിസും തമ്മിലുള്ള വ്യത്യാസം, ഒരു വലുപ്പത്തിന്റെ വ്യത്യാസം ആ രീതിയിൽ വളർന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സെന്ന എന്ന് പറയുമ്പോൾ 1ൽ നിന്ന് എത്ര ഉണ്ടാവും ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഫോട്ടോസിലേക്ക് വരാം, നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഇതാണ് അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഏരിയ. അപ്പം പല രീതിയിൽ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോ ഓക്കെ, ഇവിടെ നല്ല സ്പ്രെഡിങ് കാണിക്കുന്ന സ്ഥലങ്ങളിൽ ലോ മീഡിയം റേഞ്ചിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയി കാണിക്കേണ്ടത്. കാരണം വയനാട് എന്ന് പറയുന്നത്, വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്ന സങ്കേതം എന്തല്ല, നമ്മുടെ ജോഗ്രഫിക്കലി കേരളത്തിന്റെ പാർട്ടല്ല. കേരളത്തിന്റെ പാർട്ടല്ലാത്തൊരു ഏരിയയാണ് ഈ വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മാപ്പ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ മാപ്പ് എന്ന് പറയുമ്പോൾ അതില് നമുക്കറിയാം, കേരളത്തിന്റെയും തമിഴ്നാടിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ വരച്ച ബൗണ്ടറി അല്ല, അത് നാച്ചുറലി വരച്ചതാണ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് മലപ്പുറത്തിന്റെ ബൗണ്ടറിയാണ് ഈ കാണുന്നത്. ഇത് മലപ്പുറത്തിന്റെ ബൗണ്ടറിയാണ്. അതായത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ പീക്കാണ് പൊതുവെ സ്ഥലങ്ങൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബൗണ്ടറി ആയി കാണുന്നത്. ഇനി നമ്മൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നോക്കിയേ, ഇവിടെ മലപ്പുറം ജില്ല കഴിഞ്ഞ് കോഴിക്കോട് വയനാടിന്റെ അതിർത്തിയിലേക്ക് ഇതൊരു പീക്ക് പോയി. അഥവാ ഈ പറയുന്ന വയനാട് എന്ന് പറയുന്ന റീജിയൻ ജോഗ്രഫിക്കലി കേരളത്തിന്റെ പാർട്ടല്ല, അത് ഡെക്കാൻ പ്ലാറ്റിന്റെ പാർട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വയനാട്ടിലേക്ക് ബാക്കി ജില്ലക്കാർ പോകണമെങ്കിൽ ചുരം കയറിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ചുരം കയറിയിട്ട് പിന്നെ നമ്മൾ ചുരം ഇറങ്ങുന്നില്ല, അതായത് ഒരു കുന്നല്ല, അതൊരു പ്ലാറ്റ്യൂന്റെ പാർട്ടാണ്. സ്റ്റിൽ വയനാട് എന്താണ്, തണുപ്പാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മരങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവിടെ തണുത്ത് നിൽക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇനിയാണ് എന്റെ കൂട്ടുകാരന് വയനാട് MS സോമ റിസർച്ച് ഫൗണ്ടേഷനിൽ പോയി. അവൻ പറഞ്ഞ കാര്യം വെച്ചാൽ രാവിലെ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീസ് ചെയ്യുന്ന തണുപ്പാണ്. അത് മനുഷ്യനെ സംബന്ധിച്ച് ഫ്രീസ് ചെയ്യുന്ന തണുപ്പാണ്. ഉച്ച എന്ന് പറഞ്ഞാല് കോഴിക്കോട് ടൗണില്ലാത്ത, അല്ലെങ്കിൽ കോഴിക്കോട് ടൗണിന്റെ ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളിലുള്ള ചൂടാണ് വയനാട്ടിൽ കാണുന്നതാണ്. അപ്പോ ആരെ കണ്ടത്, ഈ പറയുന്ന നാഗോള ടൈഗർ റിസർവ്, ബന്ദിപ്പൂരും ടൈഗർ റിസർവിലേക്കുള്ള ജീവികള് ഈ സമയമാകുമ്പോ അഥവാ സമ്മർ സീസൺ ആകുമ്പോ അവരെങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും, ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണാത്ത കടുവകള്, അഥവാ കേരളത്തിന്റെ കടുവകളല്ലാത്ത കടുവകള്, കേരളത്തിന്റെ അല്ലാത്ത എലിഫന്റുകള് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതത്തിൽ തദ്ദേശമായിക്കൊണ്ടിരിക്കുന്ന വന്യജീവികളെക്കാൾ
അത് പുറത്തുനിന്ന് വരുന്ന വന്യജീവികളൊക്കെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഷോക്ക് അബ്സോർബർ ആയിക്കൊണ്ട് ഇവർ ആക്ട് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്ത് മനുഷ്യന്മാര് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടാവുന്ന വിഷയം എന്താ വെച്ചാല്, പൊതുവെ കാട്ടിൽ പറയാറുണ്ട്, നമ്മൾ കാട്ടിൽ പോയി ഒരു മരം കണ്ടു, ഒരു സ്പീഷീസ് പെടുന്ന മരം കണ്ടു, നമ്മൾ പിന്നെയും ആ മരത്തെ കണ്ടാൽ, അഥവാ ഒരാള് മാവിനെ കണ്ടു വിചാരിക്കുക, പിന്നെയും കാട്ടിൽ വേറെ മാവിനെ കണ്ടാൽ അദ്ദേഹം വഴിതെറ്റി എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഒരു ചൊല്ലാണ്. എന്ന് വെച്ചാൽ എന്താ, അത്രയും ഡൈവേഴ്സ് ആയിരിക്കും. പക്ഷെ വയനാട് വന്യജീവി സങ്കേതം നമ്മളടുത്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ അതിന്റെ വീഡിയോ എന്താ പറയാ കാണിച്ചത്, ഇതാണ് വയനാട് വന്യജീവി സങ്കേതം. ഇതിൽ ആലോചിച്ച് നോക്കിയാൽ ഇത്രയും സ്ഥലങ്ങളിൽ ഈ പറയുന്ന രാക്ഷസ ഭൂമിയാണ്. അപ്പൊ എന്ത് ഡൈവേഴ്സിറ്റി ആണ് അവിടെ ഉള്ളത്. ആൾറെഡി നമ്മൾ ഈ പറയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറുള്ള എന്താ പറയാ ഫോറസ്റ്റുകളൊന്നും ഫോറസ്റ്റ് അല്ല. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൊക്കെ മിക്കവാറും കാണുന്നത് എന്താണ്, തേക്ക് പ്ലാന്റേഷൻ ആണ്. നിലമ്പൂര് കോവിലത്തിന് കീഴിലുള്ള സ്ഥലമായിരുന്നു ഈ ബന്ദിപ്പൂര് മുതുമല എന്ന് പറയുന്ന ഏരിയകൾ. അത് പണ്ട് കാലത്ത് ഈ പറയുന്ന തേക്ക് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് തേക്ക് പ്ലാന്റേഷന് വേണ്ടിയിട്ട് മൊത്തം മുറിച്ചു ഒഴിവാക്കി തേക്ക് പ്ലാന്റ് ചെയ്തതാണ്. ആൾറെഡി ഡൈവേഴ്സിറ്റി ഇല്ല, പിന്നെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ഇതാണ് നിലവിലെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പൊ എലിഫന്റിന്റെ കോറിഡോർ എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു ഏരിയ ആണ് എലിഫന്റിന്റെ കോറിഡോർ എന്ന് പറയുന്നത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, എലിഫന്റ് കോറിഡോർ. അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സ്പ്രെഡിങ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതൊക്കെ ജസ്റ്റ് 2014 ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് താഴെക്കാണ് ഈ ലൈറ്റ് വെച്ച മൊത്തം ഇൻവേഴ്സി പ്ലാന്റ് ആയിട്ടുള്ള ഈ പറയുന്ന സെന്നെയാണ്, ഉള്ളത്. ഇനി ഇത് ഞാൻ എടുത്തൊരു ഫോട്ടോ, വയനാട് വന്യജീവി സങ്കേതത്തിൽ ഏകദേശം 17ഓളം വയലുകളുള്ളത്. വയലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ചതുപ്പുള്ള വയലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാല് അവിടെ എന്തായിരിക്കും ഈ പറയുന്ന ഹെർബിവോർ, ഗ്രാസ് ലാൻഡ് ആയിരിക്കും. ഹെർബിവോർ ഉണ്ട്. അതോ ഫോണാ തോന്നുന്നു അല്ലെ, മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയുള്ള ഇതൊരു ഫോണ്ടാണ്. ഇത് തന്നെ ഫോൺ എടുത്താണ് ക്ലിയർ ഇല്ലാത്ത കേട്ടോ. ഇത് ബാക്കിൽ കാണാൻ യൂക്കാലിപ്റ്റസ് ആട്ടോ. ആലോചിച്ച് നോക്കണം, വയനാട് വന്യജീവി സങ്കേതത്തില് നമ്മുടെ നാട്ടിൽ യൂക്കാലിപ്റ്റസ് ആണ് ബാക്കിൽ കാണുന്നത്. അവരാളുടെ വെള്ളം ഊറ്റി വലിക്കുന്നുണ്ട്, അത് പോട്ടെ. അത് കഴിഞ്ഞുകൊണ്ട് ഇവിടെ നോക്കിയാൽ ഇത് കാണുന്ന മൊത്തം സെന്റിന്റെ സ്പ്രെഡിങ് ആണ് ഈ കാണുന്നത്. താഴെ കാണുന്ന മൊത്തം ഇതൊരു പോണ്ടാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഗ്രാസ് ലാൻഡ് ആയിരിക്കും. ഗ്രാസ് ലാൻഡ് പ്രത്യേകം അവിടെ ഹെർബിവോർ ഉണ്ടാവും. ഗ്രാസ് ലാൻഡിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കും. ഗ്രാസ് ലാൻഡിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഹെർബിവോറിനെ അറ്റാക്ക് ചെയ്യാൻ കാർണിവോറും കാണുന്ന ഒരു സ്ഥലമായിരിക്കും ഇവിടെ. അതുകൊണ്ട് ഇവിടെ ആണ് പൊതുവെ ഫോട്ടോഗ്രാഫേഴ്സ് എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്ന സ്ഥലം. കാരണം എന്താ, രണ്ടും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ സ്പ്രെഡിങ്ങിന്റെ വ്യാപ്തി വലുതായി കാണുന്നൊക്കെ യൂക്കാലിപ്റ്റസ് ആണ്. ജസ്റ്റ് ആലോചിക്കുക, ഒരു മരത്തിൽ നിന്ന്, ഒരു പ്രൊപ്പഗ്യൂളിൽ നിന്ന് എന്താ ഉണ്ടായിട്ട്, എത്ര എണ്ണാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിച്ചു. എത്ര എന്താ പറയുക ബ്രാഞ്ചസ് താഴെ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിച്ചു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെ ഇതൊരു കട്ട് ചെയ്തൊരു പിക്ചറാണ്. ഞാൻ ജസ്റ്റ് ഇവര് മുറിച്ചു നോക്കി എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ഇത് കട്ട് ചെയ്ത് നോക്കിയതാണ്. കട്ട് ചെയ്ത് നോക്കി ഉണ്ടാവുന്നത്, ഞാനവിടെ കട്ട് ചെയ്തതിൽ നിന്ന് 18ഓളം ബ്രാഞ്ചുകൾ കണ്ടെത്തി. അത് ഇങ്ങനെയുള്ള ബ്രാഞ്ചുകളല്ല, വലുതായ, ഇതിപ്പം ഏത് മരം മുറിച്ചാലും ഇത്രയും ബ്രാഞ്ചുകൾ ഫസ്റ്റ് മുളക്കും, അതിൽ കുറെ ഇല്ലാതെയാവും. പക്ഷെ വലുതായ തന്നെ ഇതുപോലെ ഏകദേശം 12 എണ്ണം ഞാൻ ഒരു മരം കട്ട് ചെയ്തതിൽ നിന്ന് ഉണ്ടായതായി കണ്ടു. അപ്പൊ ആലോചിച്ച് നോക്കി, അത്രയും ഇത് വളർന്ന് വലുതായി ഒരു മതില് പോലെ നിൽക്കുന്ന അവസ്ഥ. തൊട്ടപ്പുറത്ത് ഒരു കരടി ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂല, ആ രീതിയിലേക്ക് മാറി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം കരിവേപ്പില. നമ്മുടെ കരിവേപ്പിലിന്റെ പ്രത്യേകത അവരുടെ വേലിൽ നിന്ന് അടുത്ത മുളക്കുന്നതാണ്. പക്ഷേ ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. വയനാട് വന്യജീവി സങ്കേതത്തിൽ ഞാൻ ഏകദേശം ഒരു 19 മീറ്ററിലൊക്കെ വേറെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു പ്ലാന്റ് കഴിഞ്ഞ് 19 മീറ്റർ കഴിഞ്ഞിട്ട് വേറെ പ്ലാന്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് വെയിലിൽ നിന്ന് പൊട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടാണോ ഇത്രയും സ്പ്രെഡ് ഉണ്ടായെന്ന് അറിയില്ല. അത് വേറെ പ്രൊപ്പഗ്യൂള് വല്ല ചെടി വല്ല പറവള് കൊണ്ടുവന്നിട്ടാന്ന് അറിയില്ല. പക്ഷെ അത്ര ഇതിലേക്ക് സ്പ്രെഡിങ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അവസ്ഥ. ഇതൊക്കെ വയനാട് വന്യജീവി സങ്കേതത്തിലെ ഫോട്ടോസ് ആണ്. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. നോക്കി, ഇതിന്റെ ഉള്ളിൽ ഒരു ഇതാണ് ഡേ ടൈം ആണ്. ഇതിനുള്ളിൽ എന്താ ഒരു ഇരുട്ടായ അവസ്ഥയാണ് അല്ലെ. ഇതാണ് അതിലുള്ള അവസ്ഥ. അപ്പൊ ഇതിൽ ലാസ്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലൊക്കെ ചെടികൾ നടന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഉണക്കി കളയാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ, കട്ട് ചെയ്താലും വെക്കാൻ പറ്റുമോ, ഉണക്കി കളയാൻ പറ്റുന്ന രീതിയിൽ പല ചെടികൾ നടന്നിട്ടുണ്ട്. അപ്പോ ഏറ്റവും റീസെന്റ് ആയിക്കൊണ്ട് കഴിഞ്ഞ 23-ാം തീയതി, 4 ദിവസം മുമ്പ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്,
ഇവരെ സെന്നനെ എന്താ പറയാ അതിനെ നശിപ്പിക്കുന്ന ഒരു പിൻഹോൾ ബോർ എന്ന് പറയുന്ന സൈലോബോറസ് പെർഫോറൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ 2 mm ഒക്കെ വലിപ്പമുള്ള ഒരു ജീവി ഉണ്ട്. അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവിടെ മൊത്തം ഈ പറയുന്ന സെന്നാസ്പിറ്റാബിസ് ഉണങ്ങിക്കൊണ്ടിരിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു നല്ല ന്യൂസ് ആണ്. സ്റ്റിൽ അതൊരു നമ്മൾ ഏറ്റവും കൺസേൺ ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ആണ്. കാരണം അത്രയും മരങ്ങൾ പെട്ടെന്ന് ഉണങ്ങിയാൽ പെട്ടെന്ന് കാട്ടുതീ ഉണ്ടാവും എന്നുള്ള സംഭവം. അപ്പോ മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സൈലോബോറസ് എന്ന് പറയുന്നത് നേറ്റീവ് ടു ഇന്ത്യ ആണ്. ഈ പുറത്തുനിന്നുള്ള സ്പീഷീസ് വരുമ്പോൾ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നാച്ചുറൽ സ്പ്രെഡിങ്, നാച്ചുറൽ എനിമി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് സ്പ്രെഡിങ് പെട്ടെന്നായിരിക്കും. അപ്പൊ നമ്മള് പുറത്തുനിന്ന് ഒരു ഇൻസെക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ മുപ്പിളി വണ്ട് എന്ന് പറയുന്ന കോട്ടരുമ എന്നൊക്കെ പറയുന്ന റബ്ബർ തോട്ടിലെ ഊണേക്കാട് കറുത്ത വണ്ട് ഉണ്ടല്ലോ. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് നാച്ചുറൽ എനിമി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പെട്ടെന്ന് വളരും, നാച്ചുറൽ എനിമി ഇല്ല, പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നില്ല. അതാണ് അതിന്റെ വിഷയം. ഇപ്പൊ ജസ്റ്റ് നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ തെരുനായകൾ കൂടാൻ കാരണം കൊണ്ട് അവരെ ആക്രമിക്കുന്ന വേറെ ജന്തുക്കൾ നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ പോപ്പുലേഷൻ കൺട്രോളിലാവും എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ വിഷയം. പക്ഷെ ഇതിനൊരു പോസിറ്റീവ് എന്താ വെച്ചാൽ ഈ പറയുന്ന ഇൻസെക്ട് എന്ന് പറയുന്നത് നേറ്റീവ് ടു ഇന്ത്യയാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ആൾറെഡി ഇവിടെ ഉള്ള സാധനം ഇൻസെക്ട് ചെയ്യുകയും അത് ഉണങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. ബട്ട് സ്റ്റിൽ വി ഷുഡ് ബി കൺസേൺ ബിക്കോസ് അത് ഈ പറയുന്ന ഒരു വൈൽഡ് ഫയറിന് കാരണമാവും എന്നുള്ള സംഭവം. ഇനി ജസ്റ്റ് നമ്മൾ അതിന്റെ ജസ്റ്റ് 2 ഞാൻ ഇൻവേഴ്സി സ്പീഷീസുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ആഫ്രിക്കൻ ഒച്ച് നമുക്കറിയാം ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് തന്നെ അടുത്ത സ്പീഷീസ്, അടുത്ത പ്രോജനികൾ ഉണ്ടാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഡേഞ്ചറസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വീട്ടിലുള്ള എല്ലാ ഒച്ചിനെ കൊന്നാലും ഒരൊച്ച് ബാക്കിയായാൽ പിന്നെ അത് എന്ത് ചെയ്യും, ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് പാലക്കാടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ആദ്യമായി കൊണ്ടുവന്നത്. പക്ഷെ പിന്നെ അതിനുശേഷം പാലക്കാട് നഗരത്തിൽ ഞാൻ തോന്നുന്നു ഈ ഒച്ചിനെ മൊത്തം കളക്ട് ചെയ്ത് പഞ്ചായത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കുന്നു പറഞ്ഞു. പക്ഷെ പിന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ആൾക്കാർ മൊത്തം ഇതിനു വേണ്ടി രാവിലെ മുതൽ ഇറങ്ങി എന്നുള്ളത്. പക്ഷെ പിന്നെ അത് നമ്മുടെ നാട്ടിൽ ഇത്ര സ്പ്രെഡിങ് ഉണ്ടാവും. കാരണം നമ്മുടെ ഇവിടെ കൊച്ചിയിലുള്ള വൈപ്പിൻ ദ്വീപില് മരം ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത് ഉണ്ടാവുകയും മരത്തിന്റെ ഒരു കേരിയറായിക്കൊണ്ട് ഇത് വന്നു. ദെൻ ഇത് സ്പ്രെഡ് ചെയ്തു. അവിടെ പല വീടുകളും പല കോട്ടേജുകളൊക്കെ ഇതിന്റെ എന്താ പറയാ ഇൻവേഷൻ കാരണം ഒഴിവാക്കി പോവേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് സംഭവമുണ്ട്. രണ്ടാമത്തെ വിഷയം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഷെല്ലാണ് കാൽഷ്യാണ്. നമ്മുടെ മണ്ണിലുള്ള എക്കോസിന്റെ പാർട്ടായിട്ടുള്ള കാൽഷ്യാണ് ഇതിന്റെ തോടിലുള്ളത്. ഈ മണ്ണിലുള്ള കാൽഷ്യം മൊത്തം ഇവരുടെ തോടിലായാലും നമ്മുടെ മണ്ണിന്റെ ന്യൂട്രീഷൻ കപ്പാസിറ്റി ഇല്ലാതെയാവും എന്ന് പറയുന്ന സംഭവം. ഇനി നമ്മൾ കൊറോണ സമയത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ചിഞ്ചവിനാമിയ, റെഡ് ടൈൽഡ് ടേർട്ടിൽ, ഇത് ഇതേപോലെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് നമുക്ക് കൊറോണ സമയത്ത് ഒരു ഇത്തിരി വലിപ്പമുള്ള ഒരു സ്പീഷീസ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. നമ്മൾ ചെറിയൊരു ബോളിലൊക്കെ നമ്മൾ ഇട്ട് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പക്ഷെ വിത്തിൻ 3 or 4 months കൊണ്ട് ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിലേക്ക് ആവും. നമ്മൾ നേരെ നാച്ചുറൽ കോസ്റ്റിലേക്ക് കൊണ്ടുപോയി. പിന്നെ നമ്മൾ സക്ര ഫിഷ്, നമ്മൾ അക്വറത്തിലേക്ക് ഉപയോഗിക്കുന്ന അക്വറെ ക്ലീൻ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സക്ര ഫിഷ്, ഇതും ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സക്ര ഫിഷ് ഇത്ര വലിപ്പമുള്ള സക്ര ഫിഷ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ നേരെ കൊണ്ടുപോയി നാച്ചുറൽ കോസ്റ്റിലേക്ക് ഇടും എന്നുള്ളത്. എല്ലാം ചെയ്യേണ്ടത് എല്ലാം വേണം, പക്ഷെ ക്വാറന്റൈൻ. അപ്പൊ അതിനുള്ള ലോഗുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടോ വരണം എന്നുള്ളതാണ്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ സ്പ്രെഡിന് കാരണമാവുന്നത് ഈ പറഞ്ഞ പോലെ പുതിയ പാത്വേകൾ ഉണ്ടാവുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് കാരണമാകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഭയങ്കര കാർബൺ ഡൈ ഓക്സൈഡിനെ നല്ല ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള സ്ഥലങ്ങളും ഹൈ ടെമ്പറേച്ചർ സ്ഥലങ്ങളും വിസ്റ്റാൻഡ് ചെയ്യാൻ ഇൻവേഴ്സൽ സ്പീഷീസിന് കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. പിന്നെ ബയോഡൈവേഴ്സിറ്റി ത്രെട്ടുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആണ് ഏറ്റവും വലിയ ബയോഡൈവേഴ്സിറ്റി ത്രെട്ട്. രണ്ടാമത് വരുന്നത് ഏലിയൻ ഇൻവേസീവ് സ്പീഷീസ് ആണ്. ആലോചിച്ച് നോക്കേണ്ടത് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആണ് ബയോഡൈവേഴ്സിറ്റി ഏറ്റവും വലിയ ത്രെട്ട് എങ്കിൽ രണ്ടാമത് വരുന്ന ഏലിയൻ ഇൻവേസീവ് സ്പീഷീസിന്റെ ഇൻവേഷൻ ആണ്. അപ്പോ അത്രയും ത്രെട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ വീടിന്റെ മുമ്പില് ഒരു പ്ലാസ്റ്റിക് കാണുന്നെന്ന് വിചാരിക്കുക. വീടിന്റെ മുമ്പിൽ ഇൻവേസീവ് സ്പീഷീസ് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇൻവേസീവ് സ്പീഷീസിനായാണ് ഒഴിവാക്കേണ്ടത്. കാരണം പ്ലാസ്റ്റിക് ഇന്ന് മാറ്റാതെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് മാറ്റിയാലും വലിയ പ്രശ്നമല്ല. പക്ഷെ മറ്റേത് അങ്ങനെയല്ല, സ്പ്രെഡിങ് ഉണ്ടാവും. ഇപ്പോ 2018 കേരളത്തില് ഫസ്റ്റ് സ്പ്രെഡ് ഉണ്ടായത്. 2019 ഞാൻ ഉൾപ്പെടുന്ന നിലമ്പൂർ ഏരിയയിൽ സ്പ്രെഡ് ഉണ്ടായത്.
അതിനുശേഷം വെടിയിലെ ട്രൈലോബൈറ്റ് എന്റെ നാട്ടിൽ കാണാത്ത സാധനം എന്റെ നാട്ടിൽ കണ്ടു തുടങ്ങി. 2 വർഷം മുമ്പ് എന്റെ നാട്ടിലെ വയലിലെത്തി. കഴിഞ്ഞ വർഷം എന്റെ നാട്ടിൽ ജംഗ്ഷനിലെത്തി. ഞാൻ ജംഗ്ഷനിൽ ഇങ്ങനെ റോഡ് സൈഡിൽ വെള്ളം ഒഴുകി എന്റെ വീടിന്റെ മുമ്പിലൂടെ പോകുന്നത്. ഈ വർഷം എന്റെ വീടിന്റെ മുമ്പിലെത്തി. അച്ചാലില് ഇത് കാണുന്നുണ്ട്. അടുത്ത വർഷം എന്റെ പറമ്പിലേക്ക് എത്തും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡിങ് നടക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള എന്താണെങ്കിലും റെഗുലേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സാധനമാണ്. മോണോകൾച്ചർ ഡൈവേഴ്സിറ്റി ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ നാട് തകർന്നു പോകും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ മാതൃകാട് റിപ്പോർട്ടില് പലരും ഇപ്പൊ ഈ ഞാൻ മാതൃകാട് റിപ്പോർട്ട് ഇവിടെ ചർച്ച കിട്ടാത്ത പല ആളുകളും എതിർക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. മാതൃകാട് റിപ്പോർട്ട് വായിച്ചിട്ട് എനിക്ക്, കാരണം ഞാൻ ഈ പറയുന്ന നിലമ്പൂർ ഏരിയയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഈ പറയുന്ന തോട്ടം മേഖല അങ്ങനെയുള്ളമായി ബന്ധപ്പെട്ടുള്ള ഫാനിൽ തന്നെയാണ് ഞാൻ വരുന്നത്. പക്ഷെ സ്റ്റിൽ മാതൃകാടിൽ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാനത് അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ രസം. അദ്ദേഹം കാരണം ഒരു ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു വാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 ഏക്കർ എടുത്ത് നോക്കുകയാണെങ്കിൽ 4 ഏക്കർ നേരെയും 2 ഏക്കർ ചെരിഞ്ഞിട്ടൊക്കെ വരും. അദ്ദേഹം പറഞ്ഞത് 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മോണോകൾച്ചർ പാടില്ല എന്നാണ് പറയുന്നത്.